ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ മുന്നേ ഒരു ഇൻസ്റ്റൻറ്റ് ക്രിസ്പി ചിക്കൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ചുമ്മാ സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചിക്കൻ്റെ പകരം പൊട്ടാറ്റോ വെച്ചിട്ടൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാലോ ഒന്ന്. ചിക്കൻ പകരം പൊട്ടാറ്റോ, അപ്പോൾ എന്ത് പറയാം, ബ്രോസ്റ്റഡ് ചിക്കൻ ആകുമ്പോൾ ഇത് ബ്രോസ്റ്റഡ് പൊട്ടാറ്റോ എന്നൊക്കെ പറയാം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിന് ഒരുപാട് പേര് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യട്ടോ. നമുക്ക് പോയാലോ, എങ്ങനെ ഉണ്ടാവും എന്തുണ്ടാവും എന്നൊന്നും അറിയില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പറഞ്ഞതുപോലെ തന്നെ ഇതിന് മെയിനായിട്ടും വേണ്ട ഒരു ഐറ്റം പൊട്ടാറ്റോ കേട്ടോ. അപ്പോൾ പൊട്ടാറ്റോ പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നോർമലി ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്യുന്ന പോലെ അല്ല കട്ട് ചെയ്തിട്ടുള്ളത്, കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ കുറച്ചൊരു പറയാൻ ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ടാവും. ഞാനിപ്പോൾ പല്ലിൽ കമ്പി ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്, അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ആക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ക്രിസ്പി ചിക്കൻ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ചിക്കൻ വെച്ചിട്ടായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെൻറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓരോ വെറൈറ്റികൾ ട്രൈ ചെയ്താണല്ലോ അത് ഓരോരോ റെസിപ്പികളായിട്ട് മാറുന്നത്. ഈ വ്ളോഗ് പോലെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഇത് അവസാനം ഒരു കുക്കിംഗ് വീഡിയോ പോലെ ആയിട്ടുണ്ട്. വാവ ക്ലാസ്സിന് പോയതാണ്, അപ്പോൾ അവൾ വരുമ്പോൾ ഒരു ഈവനിങ് സ്നാക്ക് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുള്ളൂ. കാരണം ഈ ഒരു ഉരുളൻകിഴങ്ങിനൊക്കെ ഈ ഒരു എഗ്ഗ് ഒറ്റ എഗ്ഗ് മതി എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഒറ്റ എഗ്ഗ് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ആ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഐറ്റംസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സെയിം പ്രോസസ്സും കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിന് ഓൺ ആക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടാവട്ടെ. അങ്ങനെ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി വരുന്ന ടൈമായപ്പോൾ നമ്മൾ പൊട്ടറ്റോ എടുത്തിട്ട് ആകെ എഗ്ഗിലായിരുന്നു മുക്കേണ്ടിയിരുന്നത്. ഞാൻ ആദ്യം തന്നെ ആ ഒരു ക്രം കോട്ടിലാണ് മുക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വീണ്ടും എഗ്ഗിൽ മുക്കിയതിന് ശേഷം വീണ്ടും ക്രം കോട്ടിൽ മുക്കിയിട്ട് നമ്മുടെ തിളച്ച വെളിച്ചെണ്ണയിലോട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒറ്റയ്ക്കായി കുക്ക് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. മനസ്സിലായി കൂടി ആരെങ്കിലും വേണം. അപ്പോൾ ഞാൻ വേഗം അമ്മനെ വിളിച്ചിട്ട് അമ്മ വീഡിയോ എടുത്താന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഓരോന്നോരോന്ന് ഇട്ടു, പിന്നെ മനസ്സിലായി ഓരോന്നോരോന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തീരില്ല. പിന്നെ ഞാൻ കുറച്ചെണ്ണം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നിന്നു കേട്ടോ. ഇതിൻ്റെ ഔട്ട് സൈഡ് നല്ല രീതിയിൽ ക്രിസ്പി ആണെന്ന് കാണുമ്പോൾ തോന്നുന്നു, പക്ഷേ ഉൾ സൈഡ് എങ്ങനെയാവും, കട്ടിയാവും. കുക്ക് ചെയ്ത പൊട്ടാറ്റോ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ എങ്ങനെയാവും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫൈനലി നമ്മുടെ പൊട്ടാറ്റോ ബ്രോസ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒപ്പം ഒരു കട്ടൻ ചായയും കൂടെ സെറ്റ്. പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. വാവയാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടില്ല, അപ്പോൾ അവൾ വന്നിട്ട് ടേസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. കട്ടൻ ചായ അതൊന്നും ഭയങ്കര അടിപൊളി കോംബോ കേട്ടോ. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാവ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കാണാനുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പുറം നല്ല രീതിയിൽ ക്രിസ്പിയും ഉള്ളു ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചില്ല പൊട്ടാറ്റോ കുക്കായി കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പക്ഷേ അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. വാവ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളും ടേസ്റ്റ് ചെയ്ത് നോക്കി, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്ര അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും അത്ര അടിപൊളി ടേസ്റ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ്. കുറച്ച് വെറൈറ്റി ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കണം, അത്ര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ടൈം ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ബൈ.